ബേബി ഗേൾ ടൈറ്റിൽ പോലെ തന്നെ ഇതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ബേബി ഗേളാണ്. ബേബി ഗേൾ കാരണം കുറച്ച് പേർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഓടുന്നതും ഒരു സർവൈവൽ ത്രില്ലർ പോലെയാണ് ഈ പടം എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് നമുക്ക് തുടക്കം മുതൽ ലാസ്റ്റ് വരെയും നമുക്ക് കിട്ടും. സിനിമ കണ്ടിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നതും അതുപോലെ നമുക്കൊരു കുറച്ചുകൂടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നതും പിന്നെ ഒരു മോറൽ നമുക്ക് ആ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിലിപ്പം നമുക്കിപ്പം സാധാരണ ഇപ്പോൾ നിവിൻ പോളി പടം എന്ന് പറയുന്നത് പോലെ ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല. എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ലിജോ മോളായാലും സംഗീതമായാലും ഇവരെല്ലാവരും മരിച്ചങ്ങ് അഭിനയിക്കുകയാണ്. പിന്നെ നിവിൻ പോളി പിന്നെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സിനിമ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇതേപോലെ ഒരു മോറലുള്ള സ്റ്റോറിയിൽ ഒരു സിനിമയിൽ പുള്ളി നല്ലൊരു ക്യാരക്ടർ ചെയ്തതും നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പടമാണ്. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ വന്നിട്ടില്ല. എങ്കിലും നല്ലൊരു സിനിമയുടെ പാർട്ടാവാൻ പറ്റിയതിലും സന്തോഷമുണ്ട്.